ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഡിഗ്രി തല പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 11 നടന്ന കോഡ് സി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടുതൽ നമ്മൾ മലയാളത്തിൻ്റെ ഭാഗങ്ങളാണ് നോക്കി പോകുന്നത്. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. യുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ന്യൂറംബർഗ്. 18-ാം നൂറ്റാണ്ടിൽ താഴെ ചിന്തയിൽ ആരാണ് പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജീവിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ജീൻ ജാക്കോസ് റൂസോയാണ് പറഞ്ഞത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? പോർച്ചുഗീസാണ്. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത്? അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. നാഗാലാൻഡാണ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ മിഷൻ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര പര്യടനം എന്നാണ്. അടുത്തത്, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട. അത് പുരാണക്വില എന്ന് പറഞ്ഞ കോട്ടയാണ്. ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അഹമ്മദാബാദ് കോട്ട അതൊക്കെ പണിതിട്ടുണ്ട്. ഇനി വയനാടുകളിലെ കാടുകൾ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപ നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ഇനി കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫി മാപ്പിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? പോളിഗോണിക്കാണ്. 2024 പുതുവർഷ ദിനത്തിലെ 7.5 സ്കെയിലിൽ ഭൂകമ്പ വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏതൊരു ഏഷ്യൻ രാജ്യത്താണ്? ജപ്പാൻ. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഇത് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ലാത്തത്? താതപാനി എന്ന് പറയുന്നത് ഒരു ജിയോ തെർമൽ ആണ്. നറോറ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ശരിക്ക്. അതുപോലെ തന്നെ പുക എന്ന് പറയുന്നത് ഇത് ജിയോ തെർമലാണ്. സിംഗ്രോളി എന്ന് പറയുന്നത് പക്ഷേ കോൾ തെർമൽ പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനിൽ തെറ്റിട്ടുണ്ട്. അതുപോലെ താഴെ പറയുന്ന അടുത്ത ക്വസ്റ്റ്യനിൽ താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെടാത്തത്? ഇതെല്ലാം കറക്റ്റാണ്. ഗ്രാനൈറ്റ്, ഗ്നീസ് തന്നെയാണ് അതിൻ്റെ പാരൻ്റ് റോക്ക്. അതുപോലെ സിസ്റ്റിൻ്റെ മണൽക്കല്ലാണ്, ചുണ്ണാമ്പ് കല്ല്, സാൻഡ്സ്റ്റോൺ. അതുപോലെ തന്നെ മാർബിൾ. ഇതൊക്കെ കറക്റ്റാണ്. അതിൽ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതുമായിട്ട് നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അത് 9-ാം പഞ്ചവത്സര കാലത്താണ്. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവർ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയമാണ്. ഇനി ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്താമെന്നുണ്ടെങ്കിൽ അത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ ആണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി വരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമാണ് സർക്കാർ ചെയ്യുന്നത്. ഇനി ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഏതിന് തുല്യം? ഫാക്ടർ ചെലവിൽ GDP വിപണി വിലയിൽ GDP പ്ലസ് അറ്റ പരോക്ഷ നികുതികളിന് തുല്യമാണ്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്ന ഏതിന് വിധേയമാണ്? അത് ധാർമ്മികതയ്ക്കും അതുപോലെ തന്നെ പൊതുക്രമം ചെറുതായിട്ട് വരുന്നു. ശരിക്കും ധാർമ്മികതയാണ് അതിൽ പറയുന്ന ഒരു ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. പൊതുക്രമം ഉണ്ടോയെന്ന് അറിയില്ല. അതും ഒരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനാണ്. 1ഉം 2ഉം എന്ന് എഴുതാം, അല്ലെങ്കിൽ ധാർമ്മിക മാത്രം. അത് 2 മാത്രം ഇതിൽ കൊടുത്തിട്ടില്ല. അടുത്തത്, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം. അത് 48A-യും 51A-യും ആണ്. 2ഉം 3ഉമാണ് എൻ്റെ ആൻസർ വരുന്നത്. ഇനി ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതിൽ ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ഈ 3 അതിൽ 2ഉം 3ഉമാണ് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്. അതിലെല്ലാവരുടെയും ഭൂരിപക്ഷം വേണ്ട. 2/3 ഭൂരിപക്ഷം നമുക്ക് ആവശ്യമാണ്. 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടതാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ 106-ാം ഭരണഘടനാ ഭേദഗതിയിൽ അതിൽ OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ അമെൻമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. 33% ശരിക്ക് OBC സ്ത്രീകൾക്ക് സംവരണം കൊടുക്കേണ്ടത്. അത് മാത്രമാണ് അത് വായിച്ചപ്പോൾ അതിൽ കണ്ടത്. ബാക്കിയുള്ളത് കണ്ടില്ല. അപ്പോൾ അത് കാരണം ആ ഒരു ഓപ്ഷനും ഒരു കൺഫ്യൂഷനാണ്.
താഴെ പറയുന്നതിൽ ഏതാണ് സിവിൽ സർവീസ് പ്രവർത്തനമല്ലാത്തത്? അത് സി ഓപ്ഷനാണ്, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. ഗവൺമെൻറ് നയങ്ങൾ നടപ്പിലാക്കണം, നിയുക്ത നിയമനിർമ്മാണം വേണം, സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കണം. ഇതൊക്കെ സിവിൽ സർവൻ്റെ ഒരു പ്രവർത്തനമാണ്. പക്ഷേ ഗവൺമെൻറ്റിനെതിരായ എതിർപ്പുകൾ സമാഹരിക്കുന്നവരുടെ പ്രവർത്തനമായിട്ട് വരുന്നില്ല. അടുത്ത വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? അപ്പോൾ അതിൽ വരുന്നത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി, പൊതുസേവനങ്ങൾക്ക് പൗരന്മാർക്ക് വീടിന് അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യത ഉറപ്പാക്കുക. സൗജന്യ സേവനങ്ങൾ നൽകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ഏതാണ് ശരിയായത്? 1ഉം 2ഉമാണ്. രാഷ്ട്രീയാധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം ഒഴികെ ബാക്കി 2 ഓപ്ഷനുമാണ്. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉം സാമൂഹ്യവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം 2ഉമാണ് വരുന്നത്. അടുത്ത 28 COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ABRY, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി ആദിവാസികൾക്കും അതുപോലെ തന്നെ ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ന്ന് 50 കുറച്ചു. ശരിക്കും 60-ന്ന് 50 കുറച്ച് ജാർഖണ്ഡാണ്. ഇനി ഭരണഘടനാ അസംബ്ലി ബന്ധപ്പെട്ട താഴെയുള്ള പ്രസ്താവന പരിഗണിക്കുക. അപ്പോൾ അതിൽ പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 3ഉം ശരിയാണ്. 390 അംഗങ്ങളായിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. ഭരണഘടനാ അസംബ്ലി ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ഡി ഓപ്ഷനാണ്. കുമാരനാശൻ അന്തരിച്ച വർഷം 1924. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ജി അരവിന്ദാണ്. അടുത്ത 2022 ഫിഫ ലോകകപ്പിൻ്റെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ലയണൽ സ്കലോണിയാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തുഞ്ചൻപറമ്പ്, മലപ്പുറത്താണ്, നമുക്കറിയാം. അടുത്ത ചോദ്യത്തേക്ക് പോകാം. 2023 വിംബിൾട്ടൺ വിജയം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷിയാണ്. ഓസ്കാർ നേടിയ ആദ്യ മലയാളി നമുക്കറിയാം റസൂൽ പൂക്കുട്ടിയാണ്. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426 റൺസ്. ഇനി കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യനിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം നൽകിയത് ആരാണ്? എസ് ഗുപ്തൻ നായരാണ്. അതിൻ്റെ ഉത്തരം എസ് ഗുപ്തൻ നായർ. അടുത്തത് സ്വതന്ത്രമായിട്ട് ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനും സോഫ്റ്റ്വെയറിന് ഡാഷ് എന്ന് പറയുന്നു. അത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഡി ആണ് അതിൻ്റെ ഓപ്ഷൻ. അടുത്തത് ലാറി പേജും സെർച്ച് ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകൾ ഗൂഗിളാണ്, സംശയമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പോകാം. അടുത്തത് താഴെ പറയുന്നവയിൽ പൊരുത്തപ്പെടുത്താം. അതിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഒന്നാമത്തെ ഹബ്ബ് എന്ന് പറയുന്നത് എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുകയാണ്. 2 എ പറയും റൂട്ടർ, വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. പിന്നെ മൂന്നാമത്തെ വി ആണ് റിപ്പീറ്റർ, നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നൽ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം കാഷെ മെമ്മറിയാണ്. അടുത്തത് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡ് മുതലായവയൊക്കെ സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ഇത് വരുന്നത്, ഈ വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും NBSAPS ദേശീയ തലത്തിൽ കൺവെൻഷൻ നടത്തുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലയുടെ ആസൂത്രണത്തിൽ ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണെന്ന് നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഈ കാര്യങ്ങളൊക്കെ, അതായത് 1, 2, 3, 4 ഓപ്ഷൻസ് ഒക്കെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൗരഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻ്റ് 1Li ദൂരം എത്രയാണ്? L1ൻ്റെ ദൂരം എത്രയാണെന്ന് ചോദിച്ചേക്കണത്. അത് ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്.
ഇനി 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് പല സമയത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്ത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ബി ഓപ്ഷനാണ് ഇതിൽ. അടുത്ത 49ാമത്തെ, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനം അവിടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ഇതിനെ ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കണേ. അതിൻ്റെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ വരിക ആലോചിച്ച് നോക്കിയേ. കുറയുന്ന ക്രമത്തിൽ. അപ്പോൾ ആദ്യം കൂടിയത് വേണം. അപ്പോൾ സൗരോർജ്ജം, കാറ്റ് ശക്തി, പിന്നെ ബയോമാസ്. ഓപ്ഷൻ ഡി. അടുത്തേക്ക് നമുക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? അത് ഓപ്ഷൻ ബി ആണ് വരിക. IXP. ഓപ്ഷൻ ബി. നമുക്ക് ക്വസ്റ്റ്യനാണ്. 42 സെൻറ്റിമീറ്റർ വ്യാസവും 10 സെൻറ്റിമീറ്റർ ഉയരമുള്ള സിലിണ്ടർ ആകൃതിയുള്ള ബക്കറ്റ് നിറയെ മണൽ നിറച്ചിരിക്കുന്നത്. ബക്കറ്റ് താഴേക്കിട്ടപ്പോൾ മണൽ ആ ഒരു കോണിലേക്ക് മാറി. അപ്പോൾ കോണിൻ്റെ ഉയരം 21 സെൻറ്റിമീറ്റർ ആണ്. ഈ കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണം അത് നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യണത്. πr² അതുപോലെ തന്നെ 1/3 πr² വെച്ചിട്ട് അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും? 21 × 21 × 10 വരുമ്പോൾ 1980 സെൻറ്റിമീറ്റർ². ഓപ്ഷൻ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമുക്ക് ഒരു ഭിന്നസംഖ്യയുടെ വാല്യൂ ആണ് ചോദിച്ചേക്കണത്. അപ്പോൾ ആ വാല്യൂവിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 - 1/2 × 1 - 1 നമ്മൾ സോൾവ് ചെയ്യും. 1/2 × 2/3 അങ്ങനെ ഓരോന്നിൻ്റെയും ഡിനോമിനേറ്റർ അടുത്തേക്ക് എന്താവും? സെയിം ആവും. അപ്പോൾ നമ്മൾ വെട്ടി കുറയ്ക്കും. 1/2 ഉം 2/3 ഇപ്പോൾ 2 × 2 വിട്ടു. അങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/20 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി 9⁻XX വാല്യൂ എന്നുള്ളത് നമ്മൾ ശരിക്കും ഓപ്ഷനിൽ നിന്ന് എടുത്തിടുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ആൻസർ 2 ആണ് അതിൻ്റെ പേര്. ഡി. ഈ 2 വർഷത്തേക്ക് പ്രതിദിനം ഈ പറഞ്ഞ പോലെ 10% ആണെന്നുണ്ടെങ്കിൽ സാധാരണ അതിൻ്റെ നമ്മൾ ഡിഫറൻസും സാധാരണ പലിശ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുണ്ട്. P × R/100² ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ P കണ്ടുപിടിക്കാൻ പറ്റും. 2050,000 / 100 ചെയ്താൽ 2500 നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ ബി ആണ് വരിക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ആൻസർ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഒരു മെൻ്റൽ ലയബിലിറ്റി പോലത്തെയാണ് അത് വരുന്നത്. അതിൽ 0 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അടുത്തത് ഇത് നമ്മൾ നോർത്ത് സൗത്ത് ഒക്കെ വരച്ച് നമുക്ക് കിട്ടുന്ന സാധാരണ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് വരും. 56ാമത്തെ ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ ആൻസർ 15 കിലോമീറ്റർ ആണ് വരിക. ഇനി ആൽഫ ശ്രേണിയിലെ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താൻ. അപ്പോൾ Z, X, V അപ്പോൾ നമുക്കറിയാം എത്രയാണ് ഒരു ലെറ്റർ വിട്ടിട്ടാണ് വന്നേക്കണേ. അടുത്ത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. N-ഉം S-ഉം ലെറ്റേഴ്സ് മാത്രം നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ആദ്യത്തെ ദിവസം അതിവർഷമല്ലാത്ത ഞായറാഴ്ച കഴിഞ്ഞാൽ അവസാനത്തെ ദിവസം ഞായറാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ PQവിൻ്റെ സഹോദരിയാണ്. R എന്നത് ബ്ലഡ് റിലേഷനിൽ വന്നതാണ്. Q അതിൻ്റെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുത്തശ്ശെന്ന് ചിലർ എഴുതും. അതല്ല ആൻസർ വരുന്നത് കൊച്ചുമകളാണ്. അതായത് Pക്ക് S-ഉമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ്, 53% ഗണിതശാസ്ത്രത്തിലും അതുപോലെ തന്നെ എത്രയിൽ വരിക 22% ആണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. വിജയിച്ച ആൾക്കാരുടെ ശതമാനം. നമ്മൾ ടോട്ടലിൽ നിന്ന് നമ്മൾ രണ്ടും കൂടി പ്ലസ് ചെയ്യണം. 93+ എന്ത് ചെയ്യണം? 50 93 50 മൈനസ് ചെയ്യുമ്പോൾ 78 കിട്ടും. അത് 100 മൈനസ് ചെയ്യുമ്പോൾ 22% ആണ് കിട്ടുന്നത്. ഇനി ചുവപ്പ് 12 അത് ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ നോക്കണം. റെഡിൻ്റെ 3 ലെറ്റേഴ്സ് 3 × 4 ചെയ്താൽ നമുക്ക് 12 കിട്ടും. അതുപോലെ ബ്ലൂ വരികയാണെങ്കിൽ ബ്ലൂവിൽ 4 × 5 ചെയ്താൽ നമുക്ക് 20 കിട്ടും. വയലറ്റിൽ 16 × 70. അതുപോലെ തന്നെ മജന്തയ്ക്ക് എന്ത് കോഡ് വരുന്നത് ചോദിക്കുമ്പോൾ 7 × 8 56 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് 6:40 ക്ലോക്കിൻ്റെ അത് നമുക്കറിയാം 30h-11/2m ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെയും എമ്മിൻ്റെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ആൻസർ കിട്ടും. 40 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ ഒരു നിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 10, 11 ഒക്കെ വരും. അപ്പോൾ നമുക്ക് 10 AM എന്നുള്ളതാണ് അതിൻ്റെ C ആണ് ആൻസർ വരുന്നത്. എപ്പോഴും കൂടുതൽ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൈനസ് ചെയ്യാണ് വേണ്ടത്. ആ ഒരു ക്ലോക്കിൻ്റെ അളവ് മൈനസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ. ഇനി തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി ജസ്റ്റ് അത് എന്ന് കാണാനാണ് ഓപ്ഷൻ തന്നെ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കണക്കായിട്ടാണ് തോന്നുന്നത്. എന്നിൻ്റെ എത്രയാണ് വരുന്നത്? അപ്പോൾ ആ സംഖ്യയിൽ ചെറുതും വലുതും തമ്മിലുള്ള സംഖ്യകളുടെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചിരിക്കണം.
അതിൻ്റെ വ്യത്യാസം 10 ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കലും മാത്രം പരസ്പരം കൈകുലുക്കി. അപ്പോൾ ഹാൻഡ് ഷേക്സിൻ്റെ ഈ പറഞ്ഞ ക്വസ്റ്റ്യനാണ് വന്നേക്കണേ. അപ്പോൾ അതിൽ എത്ര ഹാൻഡ് ഷേക്സ് വന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ എത്ര നിങ്ങൾ എഴുതിയിരിക്കുന്നത്? അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 780 അതിൻ്റെ ആൻസർ വരുന്നത്. 750 ഹാൻഡ് ഷേക്സ് ആണ് അതിൽ വന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ റേഷ്യോൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. റേഷ്യോയിൽ നമ്മുടെ ആൻസർ വരുന്നത് 50:25 ആണ് അതിൻ്റെ ആൻസർ വരിക. സാധാരണ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 60 ദിവസം കൊണ്ട് M1T1 = M2D2 ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് 36 ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ 16 and 2/3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഈ പറഞ്ഞ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ അത് എത്ര പെട്ടിയിൽ ശേഖരിക്കാമെന്നുള്ള അതിൻ്റെ ആൻസർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 അതിൻ്റെ ആൻസർ വരിക. അടുത്തതിൻ്റെ ശ്രേണി പദങ്ങളിൽ അത് നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 73 അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ വന്നേക്കണത് ഈ പറഞ്ഞ പോലെ സ്പിൽ ദ ബീൻസ് ആയിടം ഉപമകളുടെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കണത്. സ്പിൽ ദ ബീൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് നമ്മൾ രഹസ്യം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ടു റിവീൽ ദ സീക്രറ്റ്, ബി ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു.